നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പെട്രോൾ പമ്പുടമ ടി വി പ്രശാന്തനെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ ടൗൺ പോലീസാണ് പ്രശാന്തനെ ചോദ്യം ചെയ്തത്. പുറത്തുവന്ന കത്ത് തന്റേതാണെന്നും തനിക്ക് 2 ഒപ്പുണ്ടെന്നും പ്രശാന്തൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, എപ്പോഴാണ് ചോദ്യം ചെയ്തത്? പ്രശാന്തൻ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്? വിനീത, അല്പസമയങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പ്രശാന്തനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം പ്രശാന്തനെ ഇവിടത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യമായാണ് വിളിച്ചു വരുന്നത്. അതിനു മുമ്പ് ടൗൺ SHO ശ്രീജിത്ത് കൊടേരിയായിരുന്നു പ്രശാന്തിനെ ചോദ്യം ചെയ്തത്. എന്നാൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായാണ് പ്രശാന്തനെ ഇത്തരത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വരുന്ന പ്രശാന്തനോട് പ്രതികരണം ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിക്ക് നൽകി, അതായത് ആ ഘട്ടങ്ങളിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം പുറത്തു വന്നിട്ടുള്ള മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള കത്ത് അത് തൻ്റേത് തന്നെയാണ്, തനിക്ക് 2 ഒപ്പുകളുണ്ട് എന്നുള്ളൊരു വിശദീകരണവും ന്യായീകരണവുമാണ് പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അല്പസമയങ്ങൾക്ക് മുൻപാണ് പ്രശാന്തനെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഏറ്റവും നിർണായകമായിട്ടുള്ളത് കുടുംബം ഉൾപ്പെടെ ചില പരാതികളെ, അന്വേഷണത്തിൻ്റെ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാതികൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കോടതിയിൽ തന്നെ ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്വേഷണത്തിന് ഒരു മെല്ലെപ്പൊക്കാണ് എന്നുള്ള ധ്വനിയോടുകൂടിയാണ് അത്തരമൊരു കാര്യം ഈ കോടതിയിൽ ഉൾപ്പെടെ ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഭിഭാഷകൻ ഉന്നയിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ മൊഴി ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും പ്രശാന്തൻ്റെ മൊഴി അല്ലെങ്കിൽ പ്രശാന്തനെ അല്പസമയത്തിന് മുമ്പാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. വിനീത, അർജുൻ കല്യാട്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രശാന്തന്റെ ഒപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്ന വിവാദങ്ങളായിരുന്നു. അതിൽ വ്യക്തത വരുത്തുക എന്നത് തന്നെയായിരിക്കണം അന്വേഷണ സംഘം ഇന്നത്തെ ചോദ്യം ചെയ്യലിലൂടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് ടി വി പ്രശാന്തനെ കൂടി ഇതിൽ പ്രതി ചേർക്കണം ആത്മഹത്യാ പ്രേരണ കേസിൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഗൂഢാലോചനയിൽ ഉൾപ്പെടെ പ്രതി ചേർക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ചോദ്യം ചെയ്യൽ, അതായത് അന്വേഷണ സംഘം തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ പ്രശാന്തും PP ദിവ്യയെ പോലെ ഇതിൽ കുറ്റക്കാരിയാണ്. ഈ പ്രശാന്തിൻ്റെ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നിട്ടും അത്തരത്തിലുള്ള ചില കൈക്കൂലി ആരോപണം ഉൾപ്പെടെ തുടർച്ചയായി ഉന്നയിക്കുന്ന ഒരു സമീപനമാണ് പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബം ആരോപണമായി ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ PP ദിവ്യയെ പോലെ തന്നെ ഈ TV പ്രശാന്തനും ഈ സംഭവത്തിൽ കുറ്റക്കാരനാണ് എന്നുള്ളൊരു നിലപാടാണ് കുടുംബം സ്വീകരിച്ചത്. ഇതിൻ്റെ ഒപ്പ് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള തെളിവുകൾ, ഈ പരാതി വ്യാജമാണ് എന്ന രീതിയിൽ തെളിയുന്ന നിരവധിയായിട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വന്നിരുന്നു. അതായത് ഈ പാട്ടക്കരാർ, ഈ പെട്രോൾ പമ്പിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീകണ്ഠാപുരം ചേരംകുന്നിലുള്ള പള്ളി വികാരിക്കും അതുപോലെ തന്നെ ഈ TV പ്രശാന്തനും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള പാട്ടക്കരാറിൽ പ്രശാന്തൻ ഒപ്പുവെച്ച ഒപ്പ്, അതിന് പുറമെ ഈ പെട്രോൾ പമ്പിൻ്റെ ഈ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി ഈ പ്രശാന്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനടിയിൽ മൊഴി വായിച്ച് കേട്ട് അതിനുശേഷം പ്രശാന്ത് ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒപ്പും ഈ പരാതിയിലെ ഒപ്പും തമ്മിൽ വ്യത്യസ്തമാണ്. പാട്ടക്കരാറിലെ ഒപ്പും ഈ പരാതിയിലെ ഒപ്പും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ പരാതിയിൽ ഒപ്പുവെച്ചത് പ്രശാന്തനല്ല എന്നുള്ള ഒരു രീതി, അല്ലെങ്കിൽ ഈ പരാതി വ്യാജമാണ് എന്നുള്ള ചില ആരോപണങ്ങൾ, ചില തെളിവുകളെല്ലാം തന്നെ പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ പ്രശാന്തൻ ന്യായീകരിക്കുന്നത് ഈ പരാതി തൻ്റേത് തന്നെയാണ്, തനിക്ക് 2 ഒപ്പുകളുണ്ട് എന്നുള്ള ഒരു ന്യായീകരണമാണ് പ്രശാന്തൻ ഉയർത്തുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ മുഖ്യമന്ത്രിയുടെ പേരിലാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേരൊക്കെ വ്യാജമായി സൃഷ്ടിച്ചതാണെങ്കിൽ അതിനകത്ത് ഗുരുതരമായിട്ടുള്ള ഒരു നിയമലംഘനമുണ്ട്, അത് ഗുരുതരമായിട്ടുള്ളൊരു കുറ്റവുമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അത്തരമൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പരാതി അന്വേഷണ പരിധിയിൽ വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായും ആ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണം ഉണ്ടാവണം. കാരണം മുഖ്യമന്ത്രിയുടെ പേരും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പേരുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊരു വ്യാജ പരാതി കെട്ടിച്ചമച്ച് ഉണ്ടാക്കുകയും അതിനകത്ത് ചില ഒപ്പുകളിലൊക്കെ വൈരുദ്ധ്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് വലിയ രീതിയിലൊരു ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്, കുറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു അന്വേഷണം നടക്കണം എന്നുള്ള ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ ആ കാര്യങ്ങൾ
കാര്യങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്തു. പക്ഷേ അതിനകത്ത് കാര്യമായ ഒരു മുന്നോട്ട് പോക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അല്പസമയത്തിന് മുമ്പ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി SHO മുമ്പാകെ ഹാജരാവുകയും ചോദ്യം ചെയ്യൽ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് പ്രശാന്തൻ അവിടെ ഉണ്ടായിരുന്നതെന്നാണ്. അതിനുശേഷം അദ്ദേഹം മടങ്ങുന്ന ഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയത്. ഈ പരാതി സംബന്ധിച്ചായിരുന്നു ചോദ്യം. ആ പരാതി സംബന്ധിച്ച് തൻ്റെ പരാതി തന്നെയാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് പ്രശാന്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിൽ ഒപ്പ് സംബന്ധിച്ചുള്ള വൈരുദ്ധ്യങ്ങളും ചോദ്യങ്ങളുടെ ഭാഗമായി ചോദിച്ചു. അപ്പോഴും പ്രശാന്തൻ പറയുന്നത് തനിക്ക് 2 ഒപ്പുണ്ട്, അത് വ്യാജമായിട്ടുള്ളൊരു പരാതിയല്ല, താൻ നൽകിയ പരാതി തന്നെയാണ് എന്നുള്ള ഒരു ന്യായീകരണമാണ് പ്രശാന്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും 14-ാം തീയതി, അതായത് ആത്മഹത്യയ്ക്കും ഈ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പിനൊക്കെ മുമ്പ് പ്രശാന്തൻ വിജിലൻസ് ഓഫീസിൽ എത്തിയിരുന്നു എന്നുള്ളൊരു വാദം ഈ പ്രശാന്തിൻ്റെയും PP ദിവ്യയുടെയും ഒക്കെ അഭിഭാഷകർ ഉൾപ്പെടെ ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്തടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഓഫീസിലേക്ക് ഒരു പരാതിയുമില്ലാത്ത അല്ലെങ്കിൽ വ്യാജമായി കെട്ടിച്ചമച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഇങ്ങനെ വിളിപ്പിക്കുകയാണോ ചെയ്തത് തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ബലപ്പെട്ട് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ 14-ാം തീയതി പ്രശാന്തൻ അവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആരാണ് അത്തരമൊരു പരാതി അല്ലെങ്കിൽ അത്തരമൊരു ഇൻഫർമേഷൻ വിജിലൻസിന് നൽകിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള സംശയങ്ങളും ആ ഘട്ടങ്ങളിൽ ബലപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു പരാതി വേണം അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ വേണം. അപ്പോൾ അങ്ങനെ ഇൻഫർമേഷനോ പരാതിയോ ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള ഉത്തരമെന്ന രീതിയിൽ ഈ മുഖ്യമന്ത്രിയുടെ പരാതിയായിരുന്നു ആദ്യഘട്ടത്തിൽ. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നല്ല, പൊതുവായി അതായത് PP ദിവ്യ അനുകൂലിക്കുന്നവരും അല്ലെങ്കിൽ പ്രശാന്തിനെ അനുകൂലിക്കുന്നവരും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചിരുന്നത് ഈ ഒരു പരാതിയായിരുന്നു. അപ്പോൾ അത് പ്രശാന്തൻ തന്നെ പറയുകയാണ് താൻ തന്നെ നൽകിയിട്ടുള്ള പരാതിയാണ്. അപ്പോൾ അവർക്ക്, അതായത് PP ദിവ്യയുടെ അഭിഭാഷകർക്കും PP ദിവ്യയുടെ പ്രതിഭാഗത്തിനെല്ലാം തന്നെ ഒരു കാര്യം പുതുതായി വാദിക്കാം. അതായത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് തന്നെ ചോദ്യം ചെയ്യാൻ 14-ാം തീയതി ഈ വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന കാര്യം ഇനിയിപ്പോൾ പ്രശാന്തിനെ ന്യായീകരിക്കാം. എന്തായാലും ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഇതിനെ ചേർത്ത് വയ്ക്കാൻ വേണ്ടി സംഭവിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ്, ഈ വിജിലൻസ് CA ആയിട്ടുള്ള ബിനു മോഹനെ സ്ഥലം മാറ്റിയിരുന്നു. മാഹി പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. PP ദിവ്യയുമായി ചില ബന്ധങ്ങൾ, അതായത് ചില ഇടപാടുകൾ ഇവരുടെ കുടുംബം, ഈ ബിനു മോഹൻ്റെ സഹോദരനുണ്ട്, ചില ബിനാമി ഇടപാടുകളിൽ പങ്കുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരോപണമായി ഉയരുകയും ചെയ്തിരുന്നു. അപ്പോൾ ബിനു മോഹനെ ഈ ഒരു പശ്ചാത്തലത്തിൽ സ്ഥലം മാറ്റിയത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒരു കൂടുതൽ വ്യക്തത വരേണ്ടതാണ്. അത് ഇങ്ങനെ ഒരു പരാതിയില്ലാത്ത ഒരു പരാതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടാണോ, വിളിച്ചു വരുത്തിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള കാരണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിൽ കൂടി പ്രശാന്തനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇനി കൂടുതൽ ഈ പരാതിയെ സംബന്ധിച്ചും 14-ാം തീയതി വിജിലൻസ് ഓഫീസിലെത്തിയത് സംബന്ധിച്ചും ഈ കൈക്കൂലി നൽകിയത് സംബന്ധിച്ച് അതിൻ്റെ ഫോൺ രേഖകൾ ഈ പ്രതിഭാഗം അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഉന്നയിച്ചിട്ടുള്ളത് പ്രശാന്തൻ്റെയും ADMൻ്റെയും ഫോൺ രേഖകളും അത് സംബന്ധിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള തെളിവുകളുമൊക്കെ ആയിരുന്നു. അതായത് 11:10 ശ്രീകണ്ഠാപുരത്തായിരുന്ന പ്രശാന്ത് 12:32 കണ്ണൂരിലേക്ക് എത്തുന്നു. ADM നവീൻ ബാബുവും പ്രശാന്തും ഒരേ ടവർ ലൊക്കേഷനുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒരുപക്ഷെ പോലീസ് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ഉന്നയിച്ചിട്ട് ഉണ്ടാവാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രശാന്തനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഈ പരാതി സംബന്ധിച്ച ചോദ്യത്തിന് അത് തൻ്റേതാണെന്ന് പ്രശാന്തൻ സമ്മതിക്കുന്നു. പരാതി തന്റെ ഒപ്പ് തന്നെയാണ്, തനിക്ക് 2 ഒപ്പുണ്ട് എന്ന് കൂടിയാണ് TV പ്രശാന്തൻ അന്വേഷണ സംഘത്തോട് വിശദീകരിക്കുന്നത്. കൈക്കൂലി ആരോപണത്തിൽ, അതായത് താൻ പണം നൽകിയിട്ടുണ്ട് ADMന് എന്നുള്ള ആരോപണത്തിലും TV പ്രശാന്തൻ ഉറച്ചു നിൽക്കുകയാണ്. കൈക്കൂലി ആരോപണത്തിന് മറ്റൊരു വശമുണ്ട് CPMന്റെ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പ്രസ്താവനയും കഴിഞ്ഞ ദിവസം വന്നത് വലിയ ചർച്ചയായിരുന്നു. ഏതായാലും TV പ്രശാന്തനെ ഇപ്പോൾ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നതാണ്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ കല്യാട്.